19ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ഇന്ന് മത്സര വിഭാഗത്തിൽ 2 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഏറെ വിവാദം സൃഷ്ടിച്ച റിസർവേഷൻ സംവിധാനം മേളയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി. അതേസമയം പ്രധാന വേദിയായ കൈരളി തിയേറ്ററിൽ ചുംബന സമരം നടക്കുകയാണ്. മത്സര വിഭാഗത്തിലെ 2 ചിത്രങ്ങൾ ഉൾപ്പെടെ 49 ചിത്രങ്ങളാണ് ഇന്ന് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക സിനിമാ വിഭാഗത്തിൽ നിന്ന് കൈരളി തിയേറ്ററിൽ പ്രദർശിപ്പിച്ച അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ കഥ പറയുന്ന ബാക്ക് കോൾ എന്ന ചിത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. തീർച്ചയായും മനോഹരമായ ദൃശ്യഭാഷയായിരുന്നു. ഭരണകൂട ഭീകരതയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വൈകാരിക സംഘർഷങ്ങളും അതോടൊപ്പം സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നല്ല സിനിമ. ചലച്ചിത്രമേളയിലെ ഈ വർഷത്തെ പരിഷ്കാരമായിരുന്ന റിസർവേഷൻ സംവിധാനം പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇതോടെ റിസർവേഷൻ മേളയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതായി അക്കാദമി ചെയർമാൻ രാജീവ് നാഥ് അറിയിച്ചു. ഈ കൊല്ലം നമ്മൾ ആസ് യൂഷ്വൽ ഓൺലൈൻ റിസർവേഷൻ ക്യാൻസൽ ചെയ്തിട്ട് ഈ പ്രാവശ്യം ക്യൂ സിസ്റ്റം അതേപോലെ ചെയ്യണം. അതേസമയം മേളയുടെ പ്രധാന വേദിയായ കൈരളി തിയേറ്ററിൽ ചുംബന സമരം നടന്നു. കേരളത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ് മേളയിൽ നടക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. IFFK ഒരു സിനിമയുടെ ഒരു വേദി മാത്രമല്ല, IFFK ഒരു സമരവേദി കൂടിയാണ്. എല്ലാ വർഷവും IFFKയിൽ പ്രതിഷേധങ്ങൾ നടക്കാറുണ്ട്. മികച്ച ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമായും സംഘാടനത്തിലെ പിഴവുകൾ തിരുത്തിയും 19ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള മുന്നേറുകയാണ്. ഒപ്പം കേരളം ഏറെ ചർച്ച ചെയ്ത സമരരൂപങ്ങൾക്കും ഈ ചലച്ചിത്രമേള വേദിയാകും. കൈരളി തിയേറ്ററിന് മുന്നിൽ നിന്നും KM ഷഹീദിനും ക്യാമറമാൻ സോനു വെള്ളിമാടുകുന്നിനുമൊപ്പം ശരണ്യ സ്നേഹജൻ റിപ്പോർട്ടർ.